ഗില്ലൂസ് ക്രിയേഷൻസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു വ്ളോഗാണ് ചെയ്യുന്നത്, വണ്ടർലയിലേക്കുള്ളൊരു വ്ളോഗാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് ടിനീഷ ആൻഡ് ടീന. ഞങ്ങൾ 3 ചങ്സുകളാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പോൾ ഞങ്ങൾ 3 ചങ്സുകളാണ് പോകുന്നത്. കുട്ടികളില്ല, ഹസ്ബൻഡ്സുമാരൊന്നും ഇല്ല, ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ രാവിലെ ഇളങ്ങുന്നപ്പുഴയിൽ നിന്ന് ഇറങ്ങിയതാണ്. ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേനും ഇറങ്ങി. അവിടെ നിന്ന് ഹൈക്കോർട്ട് ബസ് പിടിച്ചു. അവിടെ നിന്ന് നേരെ കാക്കനാട് ബസ് പിടിച്ച് കാക്കനാട് എത്തി. അവിടെ നിന്ന് കാക്കനാട് വണ്ടർല ബസ് നേരിട്ട് കിട്ടും. അങ്ങനെ വണ്ടർലയിലെത്തി. ഇതാ ഗേറ്റിൻ്റെ അവിടെ വന്നപ്പോഴത്തേനും വണ്ടർലയിലേക്കുള്ള ഒരു ബസ് ഉണ്ട്. അപ്പോൾ അവിടെ എല്ലാവരും പറഞ്ഞു ആ ബസ്സിലോട്ട് കയറിക്കോ, അതിപ്പോൾ വണ്ടർലയിൽ എത്തുമെന്ന്. അല്ലാന്നുണ്ടെങ്കിൽ ചുട്ട വെയിലത്ത് നമുക്ക് നടക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ആ വണ്ടർല വണ്ടിയിലേക്ക് കയറുകയാണ്. അപ്പോൾ ഇതാ എല്ലാവരും കയറുന്ന സീനാണ് കേട്ടോ ഇത്. അവിടെ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ ഒരാളെയും പരിചയമില്ല, ഒരുപാട് തമിഴന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവളന്മാരോട് പറഞ്ഞ് നേരെ ബാക്കിലോട്ട് പോയിക്കോ, ബാക്ക് സീറ്റ് പിടിക്കാം എന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ ബാക്ക് സീറ്റിലൊക്കെ പോയി. അപ്പോൾ ഇതാ ഞങ്ങൾ ബാക്കിൽ പോയി അവിടെ ഇരുന്നു. വളരെ എക്സൈറ്റഡ് ആണ് കേട്ടോ. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അമ്യൂസ്മെൻറ്റ് പാർക്കിൽ പോകുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഇവർ രണ്ടുപേരും നേരത്തെ എക്സ്പീരിയൻസ് ചെയ്തതാണ്. ടിനീഷ കുഞ്ഞിലെ ചെയ്തതാണ്, ടീന ഈ ഇടയ്ക്ക് പോയതാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ അവർക്ക് അധികം എക്സൈറ്റഡ് ആയിരുന്നില്ല. ബട്ട് ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് അമ്യൂസ്മെൻറ്റ് പാർക്കിൽ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇനി എന്താവോ എന്തോ അറിയത്തില്ല. കാവടിയാടി തന്നെയാണ് പോകുന്നത്. തിരിച്ച് ട്രാജഡി ആകുമോ എന്നുള്ളത് കണ്ടറിയാം. ഓക്കെ, അപ്പോൾ അതാ നമ്മൾ വണ്ടർലയുടെ ഗേറ്റിൽ എത്തിയിരിക്കുകയാണ്, കണ്ടോ. അങ്ങനെ ഞങ്ങൾ വണ്ടർലയുടെ അകത്തെത്തി. അപ്പോൾ നമ്മൾ ആദ്യം വെൽക്കം ചെയ്തത് ചിക്കു ആണ് കേട്ടോ. ചിക്കു ഒരു മങ്കി ഡോളാണ്. അതിനുശേഷം ഞങ്ങൾ പരിചയപ്പെട്ടതായി ഒരു ചേട്ടനെയാണ് കേട്ടോ. ചേട്ടൻ നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു. വീഡിയോയും സെൽഫിയൊക്കെ എടുക്കാനായിട്ട് ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. നല്ല ഫ്രണ്ട്ലി ആണ് കേട്ടോ ആൾ. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടറിൽ ചെന്നതാണ്, ടിക്കറ്റ് എടുത്തു. അവിടുന്ന് അവർ പറഞ്ഞു ഡ്രസ്സ് ചേഞ്ച് ചെയ്യണമെന്ന്. അങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് റീൽസൊക്കെ അതിൻ്റെ ഇടയിൽ കൂടി എടുത്തായിരുന്നു. അത് നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. സോ അതിനുശേഷം ഞങ്ങൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തതാ ഇറങ്ങുകയാണ് ഗോദയിലേക്ക്. 2 കൂടി ഓടുന്നുണ്ട്. എന്താകുമോ എന്തോ അറിയത്തില്ല. റൈഡുകളൊക്കെ കണ്ടിട്ട് വളരെ എക്സൈറ്റഡ് ആണ്. ഞാനിപ്പോൾ തന്നെ എല്ലായിടത്തും കയറും മലമറിക്കും എന്നൊക്കെ പറഞ്ഞാണ് 2 കൂടി ഇറങ്ങിയിരിക്കുന്നത്. എന്താകുമോ എന്തോ അറിയത്തില്ല. അങ്ങനെ ഇപ്പോൾ ടീന കാവടിയാടി പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യം കരുതിയത് ചെറിയ ചെറിയ റൈഡുകളിലൊക്കെ കയറിയതിന് ശേഷം വലുതിലോട്ട് കയറാമെന്നാണ് കരുതിയത്. അങ്ങനെ ഇപ്പോൾ ആദ്യത്തെ ഒരു റൈഡ് ഈ ഒരു സംഭവമായിരുന്നു. ഇതെന്താണെന്ന് അറിയത്തില്ല. ഒരു കപ്പ് പോലത്തെ സംഭവമാണ്. ഇങ്ങനെ റൗണ്ട് ചെയ്ത് നിൽക്കും. അപ്പോൾ അതിനകത്ത് നിന്ന് ഞങ്ങളൊരു ചെറിയ വീഡിയോ എടുത്തു. എല്ലാ റൈഡുകളും മൊബൈൽ ലോഡഡ് അല്ലായിരുന്നു കേട്ടോ. എങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വീഡിയോസുകളൊക്കെ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഗൈസ്. ടീന ഇപ്പം തന്നെ വീണു. എന്താണോ എന്തോ അറിയത്തില്ല. അയ്യോ, ഈ ഒരു റൈഡിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. സ്പേസ് ഗൺ എന്നാണ് ഇതിൻ്റെ ഒരു പേര്. എന്താ പറയുക, പമ്പരം കറക്കിന് കറങ്ങി എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരവസ്ഥയായിരുന്നു. ആകാശഗോളത്തിൽ ചെന്ന് വവ്വാലിൻ്റെ തല വിൽക്കണാമ്പാട് കിടക്കുക. അതായിരുന്നു ഇതിൻ്റെ ഒരു അവസ്ഥ. സ്ഥാനതരം എന്ന് പറയുന്നത് ആദ്യമൊക്കെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞപ്പോൾ തുടങ്ങി എല്ലാവരും ഒച്ചെടുക്കാനും ഒക്കെ തുടങ്ങി. എൻ്റെ ഫ്രണ്ടിലായിരുന്നു ടിനീഷയും ടീനായിരുന്നു, ഞാൻ ബാക്ക് സൈഡിലായിരുന്നു ഇരുന്നത്. ഇതിങ്ങനെ കറങ്ങിക്കൊണ്ട് വരുന്നപ്പോൾ എന്തൊക്കെയോ ഫീലിങ്സ് ഉണ്ടായിരുന്നു. ഈ ഒരു അവസരത്തിൽ ഞാൻ കരുതി റൈഡ് നിന്ന് പോയിന്ന്. കാരണം ഇത് ഇങ്ങനെ നിന്ന് തന്നെ നിന്നേച്ചു കുറച്ച് നേരം. അപ്പോൾ ഞാൻ കരുതി കർത്താവേ റൈഡ് കംപ്ലൈൻ്റ് ആയിരുന്നു. പക്ഷെ ഇല്ല കേട്ടോ, അത് അവരുടെ ഒരു പരിപാടിയായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കയറിയത് ഈ ഒരു റൈഡിലായിരുന്നു. വലിയ കാര്യമായിട്ടൊക്കെ ചെന്നു. അത് അത്യാവശ്യം നല്ല റൈഡൊക്കെ തന്നെയായിരുന്നു. കുട്ടികൾക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു റൈഡാണ് കേട്ടോ. വലിയ അപകടമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഇത് നമുക്ക് എന്താ പറയുക, ഇതിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ കറങ്ങി നമുക്ക് കാക്കനാടിൻ്റെ ഒരു വ്യൂ തന്നെ കാണാൻ പറ്റുമായിരുന്നു കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു റൈഡ്. നല്ല രസമായിരുന്നു. ഇത് മുകളിൽ ചെന്ന് കുറച്ച് നേരം നിർത്തിയപ്പോൾ അവിടെ ഇരുന്ന് നല്ല കാറ്റും അതുപോലെ നല്ല വ്യൂസായിരുന്നു കേട്ടോ. കാക്കനാടിൻ്റെ പകുതി വ്യൂസ് നമുക്ക് അവിടെ നിന്ന് തന്നെ കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ ആ ഒരു റൈഡ് വളരെയധികം എൻജോയ് ചെയ്തായിരുന്നു ഞങ്ങൾ. ഇതേപോലെ നിർത്തി ഞങ്ങൾ എല്ലാ കാഴ്ചകളും കണ്ടു. പിന്നെ ഇത് റിവേഴ്സ് വന്നു. രസമായിരുന്നു. വേറെ വലിയ ഫീലിംഗ് ഒന്നും ഇല്ലായിരുന്നു. നമ്മൾ ജസ്റ്റ് ആ വ്യൂ പോയിൻ്റൊക്കെ കാണാൻ അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വളരെ എക്സൈറ്റഡ് ആയിരുന്നു. ഇനി അടുത്തൊരു റൈഡിൽ കയറിയതായിരുന്നു ഈ ഒരു സംഭവം. എന്താ പറയുക, സ്വർഗത്തിൽ പോയ പോലെ ഒരു അവസ്ഥയായിരുന്നു. താഴത്തുനിന്ന് ഒരൊറ്റ
ഒരൊറ്റ പൊക്കായിരുന്നു മുകളിലോട്ട്. ഞാൻ കരുതി ഇതോടുകൂടി നമ്മുടെ കാര്യത്തിൽ തീരുമാനമാകുമെന്നാണ് കരുതിയത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ആ കാലാട്ടിക്കൊണ്ടിരിക്കുന്നത് ഞാനാണ് കേട്ടോ. ആദ്യം വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഒരൊറ്റ പൊക്കാണ് പൊക്കിയത്. അത് കഴിഞ്ഞ് പതുക്കെ താഴ്ത്തി വെക്കുകയും ചെയ്തത്. ഓഹ്, ഇതിനെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. വല്ലാത്തൊരു റൈഡ് തന്നെയാണിത്. മുകളിലിട്ട് കറക്കുക, മനുഷ്യന്മാരായിട്ടുണ്ട് കറക്കി തിരിച്ചുകൊണ്ടിരിക്കുക. ആദ്യം കയറാൻ ഭയങ്കര പേടിയായിരുന്നു. പിന്നെ ഓർത്ത് എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ, എല്ലാം എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ എന്ന് കരുതി ഈ ഒരു സംഭവത്തിൽ കയറി. എൻ്റെ പൊന്നു കർത്താവേ, ഒന്നും പറയാനില്ല. അൺസൈക്കബിളായിരുന്നു. മുകളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ പോലെയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. എന്താ പറയുക, തല കറങ്ങുന്നു, അങ്ങനെ എന്തൊക്കെയായിരുന്നു. അതിനുശേഷം ഇതാ നമ്മൾ മണപ്പുറത്തും അതുപോലെ തന്നെ കാർണിവലിനൊക്കെ കാണാറുള്ള വഞ്ചി ഉണ്ടല്ലോ, അങ്ങനെ ഒരു വഞ്ചിയായിരുന്നു ഈ ഒരു റൈഡ്. ഇത് വളരെ നല്ലൊരു റൈഡായിരുന്നു. കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന റൈഡായിരുന്നു. വളരെ നന്നായിട്ട് തന്നെ അത് എൻജോയ് ചെയ്തു. ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. ഇത് സൂപ്പറായിരുന്നു, നല്ല റൈഡായിരുന്നു. കുട്ടികളൊക്കെ ആയിട്ട് വരാൻ പറ്റിയൊരു പാർക്ക് തന്നെയാണ് കേട്ടോ ഇത്. ഫാമിലി, ഫ്രണ്ട്സ്, കുട്ടികളൊക്കെ ആയിട്ട്. കാരണം കുട്ടികൾക്ക് മാത്രമായിട്ട് വേറെ ചിൽഡ്രൻസ് പാർക്ക് വേറെ ഉണ്ട് ഇതിൻ്റെ അകത്ത് തന്നെ. ഇതുപോലെ തന്നെ കുഞ്ഞു റൈഡുകളാണുള്ളത്. പിന്നെ അതാ ഇത് വെറുതെ ഒരു രസത്തിന് കയറിയതാണ്. കുഴപ്പമില്ലായിരുന്നു. ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്തു. എൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്താ പറയുക, കുട്ടികൾക്ക് ശരിക്കും ഇഷ്ടപ്പെടും ഈ ഒരു റൈഡ്. നമ്മളെ വലിയ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചാൽ എനിക്കത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കാര്യം വേറൊന്നുമില്ല, നമ്മളെല്ലായിടത്തും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സംഭവം തന്നെ ആയിരുന്നു ഇത്. ഒന്നുമില്ല, വെറുതെ അവിടെ ഇട്ട് കറക്കി എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ കയറിയത് എന്താ പറയുക, ഇതൊരു ബോട്ടിൻ്റെ ഒരു ഇതായിരുന്നു. ഒരു ബോട്ട് പോലെ അതിങ്ങനെ ആട്ടി കറക്കി തിരിച്ച് ഒക്കെ വെക്കുമായിരുന്നു. കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ അത് എൻജോയ് ചെയ്യാനായിട്ട് സാധിച്ചു. കുഴപ്പമില്ലായിരുന്നു, നല്ല റൈഡായിരുന്നു അത്. പിന്നെ ഉണ്ടായ റൈഡാണ് ഈ ഒരു സംഭവം, ഡാൻസിങ് കാറ്. ഇതെല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ കാർണിവലിനൊക്കെ പോകുമ്പോൾ കൂടുതലായിട്ടും കാണാറുണ്ട്. കറക്കി എവിടെയൊക്കെയോ കൊണ്ടൊക്കെ നിർത്തി. കുഴപ്പമുണ്ടായില്ല, നല്ല റൈഡ് തന്നെയായിരുന്നു ഈ ഒരു ഡാൻസിങ് കാറിന്. വീഡിയോ ഞാനിത്തിരി സ്പീഡിന് ഇടുവാണേ. വന്നടാ നമ്മുടെ താരം റീകോയിൽ ട്രെയിൻ. ഇതായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഭയം ഉണ്ടാക്കിയ ഒരു റൈഡായിരുന്നു. എന്താ പറയുക, ഇതിൻ്റെ റൈഡ് നിങ്ങൾ തന്നെ കണ്ടു. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്താണ് ഇതിൻ്റെ ഒരു സംഭവം എന്നുള്ളത്. കണ്ടോ, അങ്ങോട്ട് വലിച്ച് ഇങ്ങോട്ട് വലിച്ച് കറക്കി തിരിച്ച് എവിടെയൊക്കെയോ കൊണ്ടുപോയിട്ടു എന്ന് വേണമെങ്കിൽ പറയാം. തലകിഴക്കനാമ്പാടെയൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയോ ഭൂമിയിലെത്തി, അത്ര തന്നെ. എങ്കിലും നല്ല റൈഡ് തന്നെയായിരുന്നു. വളരെ എക്സൈറ്റഡ് തന്നെയായിരുന്നു. ഒത്തിരി എൻജോയ് ചെയ്തിട്ടോ ഈ റൈഡ് കൊണ്ട്. കുറച്ച് ഭയമുണ്ടായിരുന്നു. കാരണം നമുക്ക് എന്തൊക്കെയോ പോലെ തോന്നി. തല ഇങ്ങനെ, ചിലപ്പോൾ അതെനിക്ക് മാത്രം തോന്നിയതായിരിക്കാം, മറ്റുള്ളവർക്ക് കുഴപ്പമുണ്ടാവില്ലായിരിക്കാം. തല എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന പോലെ ഒക്കെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ റൈഡ് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഓക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു സെൽഫി ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തുനിന്ന് കാണുമ്പോൾ അറിയാൻ പറ്റും എൻ്റെ എക്സ്പ്രഷനൊക്കെ. ലാൻഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇവിടെയൊന്നും ഫോൺ അലോഡല്ലായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഞാൻ വേറൊരു ഫ്രണ്ടിൻ്റെ കൊണ്ട് അവിടെ ഒരു ചേട്ടനെ കണ്ടു. ആ ചേട്ടനെ കൊണ്ട് മൊബൈൽ കൊടുത്ത് വീഡിയോ എടുപ്പിച്ചു എന്ന് മാത്രം. ഈ ഒരു ഫോട്ടോയിൽ കാണുമ്പോൾ അറിയാം ഞാനാണ് തലകെടുക്കാൻ പഠിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുപാട് സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്തു. ഒരുപാട് സെൽഫി ഉണ്ടായിരുന്നു. സെൽഫി പോയിന്റുകൾ ഒരുപാടുണ്ട് കേട്ടോ. പിന്നെ മങ്കി റൈഡ്, ഇതൊക്കെ കുട്ടികളുടെ റൈഡുകളാണ്. ഇതൊക്കെ കുട്ടികളുടെ റൈഡുകളാണ് കേട്ടോ. കുട്ടികൾ സേഫ് ആയിരിക്കും. ഇതുപോലെ ഇതെല്ലാം കിഡ്സ് റൈഡുകളാണ് കേട്ടോ. ഇതൊക്കെ കിഡ്സ് റൈഡുകളാണ്. പിന്നെ അടുത്തത് വരുന്നത് റെയിൻ ഡാൻസ്. ഒത്തിരി എൻജോയ് ചെയ്തു. ദെൻ വാട്ടർ റൈഡുകൾ ഉണ്ടായിരുന്നു. വാട്ടർ റൈഡുകളിൽ ഒരുപാട് ഇതുണ്ട്. പിന്നെ പ്ലേ പൂളുണ്ട്, വേവ് പൂളുണ്ട്, അങ്ങനെ ഒത്തിരി ഉണ്ടായിരുന്നു. എല്ലാത്തിലും ഞങ്ങൾ കയറി ഒത്തിരി എൻജോയ് ചെയ്തു. സ്കൈവേയിൽ മാത്രം കയറാൻ പറ്റില്ല, കാരണം അത് വർക്കിംഗ് അല്ലായിരുന്നു. ഇത് വേവ് പൂളാണ് കേട്ടോ. സൂപ്പറാണ്, നല്ല രസമുണ്ട്. എടുത്തെറിയുകയായിരുന്നു. അങ്ങനെ എല്ലാവരും കഴിഞ്ഞിട്ട് അവസാനം ഞങ്ങൾ വേവ് പൂള് കഴിഞ്ഞ് ഡ്രസ് ചേഞ്ച് ചെയ്ത് നേരെ തിരിച്ചു. അപ്പോൾ വീഡിയോ എല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഇനി മറ്റൊരു വ്ളോഗുമായി മറ്റൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ.